കത്തോലിക്ക പള്ളികളിൽ വായിക്കുന്ന ഞായറാഴ്ച സുവിശേഷത്തിന്റെ വിചിന്തനമാണ് വെർബും ഡോമിനി. ലാറ്റിൻ, മലങ്കര എന്നീ ക്രമത്തിൽ സുവിശേഷ വിചിന്തനം കേൾക്കാനായി നമുക്ക് ഇന്ന് ഒരുങ്ങാം. എല്ലാവരെയും വെർബും ഡോമിനിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷം ശരിക്കു പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഏറ്റവും കേന്ദ്രമായ ഒരു കാര്യത്തെ സ്പർശിക്കുന്നത്. സുവിശേഷത്തിൽ ആവർത്തിച്ച് വരുന്ന പദപ്രയോഗം തന്നെ ശ്രദ്ധിക്കണം. സംഭവം ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നതാണ്. പക്ഷേ ആദ്യം ലാസർ രോഗിയായിരിക്കുന്നുവെന്ന വാർത്ത പറയാൻ അയക്കുമ്പോൾ പറയുന്നത് എന്താണ്? നീ സ്നേഹിച്ചിരിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഇത് തന്നെയാണ്. ലാസറിനെ ഈശോ സ്നേഹിച്ചിരുന്നു എന്ന് സുവിശേഷകൻ. ഈശോ പറയുന്നത് നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. പിന്നെയും ഈശോ അവിടെ ചെന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ലാസറിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. ആവർത്തിച്ച് സുവിശേഷത്തിൽ വരുന്നു. ഈശോ സ്നേഹിച്ചിരുന്ന ലാസർ ഈശോയുടെ സ്നേഹിതനാണ്. എത്രമാത്രം സ്നേഹിച്ചിരുന്നു. പ്രമേയം ഇതുതന്നെയാണ്, സ്നേഹം. എന്നിട്ടോ ഈശോ ഇവിടെ മരിച്ച് സംസ്കരിക്കപ്പെട്ടിരിക്കുന്ന ലാസറിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആദ്യം ഓടിച്ചെല്ലുന്നത് മർത്തായ. മർത്ത പറയുന്നത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കാല. അർത്ഥം നമ്മൾ വായിക്കേണ്ടത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, എന്ത് സ്നേഹിതനായ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു. ഇത് തന്നെയാണ് പിന്നീട് മറിയത്തെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവളും പറയുന്നത് തന്നെയാണ്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ല. സ്നേഹിതനായ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു. ഇതൊരു ജീവിതത്തിന്റെ വലിയ ഒരു സന്ദേശമാണ്. അതായത് സ്നേഹിക്കുന്നവൻ അടുത്തുണ്ടെങ്കിൽ മരിക്കല. സ്നേഹിക്കുന്നവളുടെ സാമീപ്യം അത് ജീവനെ വളർത്തും, ജീവനെ വലുതാക്കും, ജീവനെ പോഷിപ്പിക്കും. പോരാ, അങ്ങനെ വളർന്നു വരുന്ന ജീവൻ, ഏത് സ്നേഹിക്കുന്നവന്റെ സാന്നിധ്യം കൊണ്ട് വളർന്നു വരുന്ന ജീവൻ, അത് മരണത്തിനപ്പുറത്തേക്കും കടന്നു നിൽക്കും. ഈശോ തരുന്ന വലിയ ജീവിതത്തിന്റെ സന്ദേശം, നമ്മുടെ ജീവൻ നിത്യജീവനായിട്ട് രൂപാന്തരപ്പെടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സ്നേഹിക്കുന്നവന്റെ സാന്നിധ്യം. ഒരു സംഭവം, ഒരു കുടുംബം, 2 മക്കള്. ഭർത്താവ് ഇവിടെ നാട്ടില് ഒരു കോളേജിലെ പ്രൊഫസർ, ഭാര്യ UK നേഴ്സ്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മക്കള് 2 പേരും ഇവിടെ ഭർത്താവിന്റെ കൂടെ നാട്ടിൽ ജീവിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ മാറി വരുന്ന ദിവസവും അവിടുന്ന് ഇവള് വിളിക്കും ഭർത്താവിനോടും മക്കളോടും സംസാരിക്കാനായിട്ട്. ഇതോടെ വിളിച്ചപ്പം പിള്ളേർക്ക് 2 പേർക്കും വലിയ സന്തോഷം. കാരണം എന്താ? മമ്മി അടുത്ത ആഴ്ച അവധിക്ക് വരുന്നു. വലിയ സന്തോഷം. അവള് ഫോണ് ഇളയവിടെ കൊടുത്തിട്ട് അവളോട് ചോദിച്ചു, മോളെ മമ്മി അവധിക്ക് വരുമ്പം മോക്ക് എന്നതാ സമ്മാനമായിട്ട് കൊണ്ടുവരട്ടെ? അവളുടനെ തന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടം ചോക്ലേറ്റാ. ഒരൊറ്റ ലിസ്റ്റ് ഉണ്ട് ഉള്ളതിൽ, ചോക്ലേറ്റിന്റെ ലിസ്റ്റ് അങ്ങോട്ട് പറഞ്ഞു. എല്ലാം ഫോറിൻ ചോക്ലേറ്റ്. ശരി മമ്മി മറന്നു പോകാതെ മോക്ക് ചോക്ലേറ്റുകളെല്ലാം മേടിച്ചോണ്ട് വരാം. സമ്മതിച്ചു. മൂത്തോളേക്ക് കൊടുത്തു. അവൾ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മറ്റവള് LKG. അവളോട് ചോദിച്ചു, മമ്മി അവധിക്ക് വരുമ്പോൾ മോക്ക് എന്നതാ കൊണ്ടുവരേണ്ടത്? അവളൊന്നും മിണ്ടിയില്ല. രണ്ടാമത് വീണ്ടും ചോദിച്ചു, മമ്മി അവധിക്ക് വരുമ്പോൾ മോക്ക് എന്നാ വേണേ കൊണ്ടുവരാമല്ലോ, പറഞ്ഞേ എന്നാ കൊണ്ടുവരണ്ടേ? ഇതൊന്നും മിണ്ടിയില്ല. വീണ്ടും 3ാമത് നിർബന്ധിച്ചപ്പം അവൾ പറഞ്ഞു, മമ്മി അവധിക്ക് വരുമ്പം എനിക്ക് സമ്മാനം ഒന്നും കൊണ്ടുവരണ്ട, മമ്മി വന്നിട്ട് പോവാതിരുന്നാ മതി. മമ്മി അവധിക്ക് വരുമ്പം എനിക്ക് സമ്മാനം ഒന്നും കൊണ്ടുവരണ്ട, വന്നിട്ട് പോവാതിരുന്നാ മതി. ഏറ്റവും വലിയ സമ്മാനം, ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്
എന്ന് പറയുന്നത് എന്താ? ഇതാ സാന്നിധ്യം, സ്നേഹിക്കുന്ന വ്യക്തിയുടെ സാന്നിധ്യം, അടുപ്പം. സ്നേഹിക്കുന്നവൻ കൂടെ ഉണ്ടായിരിക്കുക. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ആവർത്തിച്ച് വരുന്ന പ്രമേയം. നീ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു. ഏത്? സ്നേഹിക്കുന്നവൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു, ജീവിക്കും. ഇത് സത്യമാണ്. സ്നേഹിക്കുന്നവര് അടുത്ത് ഉള്ളപ്പോഴാണ് നമ്മുടെ ജീവൻ അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നത്, ജീവൻ സമൃദ്ധമാകുന്നത്. പോരാ, ജീവൻ സമൃദ്ധമായി മരണത്തിനപ്പുറത്തേക്ക് കടക്കത്തക്ക രീതിയിൽ നിത്യജീവനായിട്ട് രൂപാന്തരപ്പെടുന്നത് സ്നേഹിക്കുന്നവര് അടുത്തുള്ളപ്പോഴാണ്. ഈശോ അതാ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത്. സ്നേഹിക്കുക, സ്നേഹിക്കുന്നവരുടെ സാമീപ്യം അത് ഉറപ്പാക്കുക. നിന്റെ പ്രിയപ്പെട്ടവൻ നിന്റെ സ്നേഹ സാന്നിധ്യം കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് അവനിലെ ജീവൻ വളരുന്നു, വലുതാകുന്നു. ഒപ്പം നിന്നിലെയും ജീവൻ വളരുന്നു, വലുതാകുന്നു. ഫ്രാൻസിസ് പാപ്പ ഈ ഒരു സ്നേഹത്തിന്റെ അന്തരീക്ഷത്തില്, സ്നേഹത്തിന്റെ അടിസ്ഥാന ഘടകം സമൂഹമെന്ന് പറയാവുന്ന കുടുംബം, ഈ കുടുംബ ജീവിതത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അപ്പസ്തോലിക പ്രബോധനമാണ് അമോരീസ് ലെത്തീസിയ, സ്നേഹത്തിന്റെ സന്തോഷം. അതില് ആവർത്തിച്ച് ഒരു അധ്യായം മുഴുവൻ പറയുന്നത് കുടുംബത്തിൽ നടക്കേണ്ട സ്നേഹത്തിന്റെ ഈ വളർച്ചയെക്കുറിച്ച് തന്നെയാണ്. അതിലദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അപ്പനും അമ്മയും മക്കളും, ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ആയിരിക്കുന്ന സമയം കൂടുതലായി കണ്ടെത്തണം, ഒരുമിച്ചായിരിക്കണം. അതും അദ്ദേഹം പറയുന്നത് ക്വാളിറ്റി ടൈം, ഏറ്റവും നല്ല സമയം ഒരുമിച്ചായിരിക്കാൻ, അല്ലാതെ മടുത്ത് ഇരിക്കുമ്പോഴല്ല, നല്ല സമയം ഒരുമിച്ചായിരിക്കാനായിട്ട് നീക്കിവെക്കണം. അങ്ങനെ ഒരുമിച്ച് ഭാര്യയും ഭർത്താവും മക്കളും, മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് സമയം ചെലവഴിക്കുമ്പോഴാണ് സ്നേഹിക്കുന്നവന്റെ സാമീപ്യമാണ് അദ്ദേഹം പറയുന്നത്. അതുണ്ടാകുമ്പോഴാണ് സ്നേഹത്തിലുള്ള വളർച്ച, ജീവന്റെ വളർച്ച. അത് കുഞ്ഞുങ്ങളിൽ സജീവമാകുന്നത് പോരാ, ദമ്പതികളിലും സജീവമാകുന്നത് അപ്പോഴാണ്. ഒരു കുടുംബം, ആ കുടുംബത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് വളരെ സന്തോഷമായിട്ട് പോകുന്നതാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളുണ്ടെങ്കിലും അവരുടെ പ്രത്യേകത, എന്നും വൈകുന്നേരം അവർ പ്രാർത്ഥനയുണ്ട്. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ദൈർഘ്യം കുറവാണ്. പക്ഷെ പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുമ്പ് അവരെല്ലാവരും ഒരുമിച്ച് ഡൈനിങ് ടേബിളിന്റെ അവിടെ ഇരുന്നിട്ട് വർത്താനം പറയുക. 2 പിള്ളേര് പള്ളിക്കുടുത്തിയിൽ നടന്ന സംഭവങ്ങളൊക്കെ പറയണം. പേരൻസ് അത് ചോദിച്ച് കേൾക്കും. എന്നിട്ട് ഇവരുടെ ഓഫീസിൽ നടന്ന കാര്യങ്ങൾ പറയണം. അന്നത്തെ സംഭവങ്ങൾ മുഴുവൻ ഷെയർ ചെയ്യുന്നു, പങ്കുവയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയിലേക്ക് പോകുന്നു. കുറെ നേരം പ്രാർത്ഥനയിൽ, പലപ്പോഴും അന്ന് പറഞ്ഞ കാര്യങ്ങൾ പ്രാർത്ഥനയുടെ വിഷയമാകുന്നു. അതിനുശേഷം പ്രാർത്ഥന കഴിഞ്ഞോ വീണ്ടും ഈ സംഭാഷണം തുടരുക. ആ ഊട്ടുമേശയിലേക്ക് തിരികെ വന്ന് ഭക്ഷണം അവര് കഴിക്കുന്നു, അത്താഴം കഴിക്കുന്നു. അപ്പോഴും സംഭാഷണം തുടരുകയാണ്. സ്നേഹിക്കുന്നവരുടെ സാമീപ്യമാണ് ജീവനെ വളർത്തുന്നത്. അത് നിത്യജീവനിലേക്ക് വളർന്ന് കയറുന്നത്. പാപ്പ 2 വർഷം മുമ്പ് ഫിലഡൽഫിയയിൽ നടന്ന ലോക കുടുംബ സമ്മേളനത്തിൽ അതിൽ എഴുതി തയ്യാറാക്കി വെച്ച പ്രസംഗം മാറ്റിവെച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസംഗമുണ്ട്. അതിന്റെ തുടക്കം തന്നെ ഇങ്ങനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മൾ വിചാരിക്കും ആളുകൾ നിസ്സാരരാണ്. പറഞ്ഞല്ല, പലപ്പോഴും നമ്മളെ കുഴയ്ക്കുന്ന പല ചോദ്യവും ചോദിക്കുന്ന പിള്ളേരാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഒരിക്കലൊരു കൊച്ചി എന്നോട് ചോദിച്ചു, പിതാവേ, ദൈവം ഈ പ്രപഞ്ചത്തെയും ഇതിലെ കാര്യങ്ങളെയൊക്കെ സൃഷ്ടിച്ചു, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം മനസ്സിലായി. പക്ഷെ എന്റെ വലിയൊരു പ്രശ്നം, എനിക്ക് പിടികിട്ടാത്തൊരു കാര്യം. അവൻ പറഞ്ഞു, ദൈവം ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്നാ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പ പറഞ്ഞു, ഞാനും ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ശരിയല്ലേ? ശരിയാണ്, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവമുണ്ട്. ആ സമയത്ത് ഇയാൾ എന്നാ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ദൈവം ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ആ സ്നേഹത്തിന്റെ നിറവിലാണ് തമ്പുരാൻ സൃഷ്ടികർമ്മം തുടങ്ങുന്നത്. പോരാ, സൃഷ്ടിച്ച് അതിന്റെയൊക്കെ കൊടുമുടിയായിട്ട് 6-ാം ദിവസം സൃഷ്ടിക്കുന്നത് എന്തിനെയാ? മനുഷ്യനെ നമ്മൾ പറയും, അല്ല, ഒരു മനുഷ്യത്തെയും കൂടെ സൃഷ്ടിച്ചു. അതാണ് കുടുംബം. ദൈവം സൃഷ്ടികർമ്മം തുടങ്ങുന്നതിന് മുമ്പ് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്നേഹത്തിന്റെ നിറവിലാണ് സൃഷ്ടിച്ചു തുടങ്ങുന്നത്. പോരാ, ആ സൃഷ്ടിയുടെ മകുടമായിട്ട് നിൽക്കുന്നത് അവസാനത്തെ സൃഷ്ടി കുടുംബമാണ്. സ്നേഹത്തിന്റെ നിറവ് കൊണ്ടുവച്ചിരിക്കുന്നത് കുടുംബത്തിലാണ്. അർത്ഥം, സ്നേഹിക്കുന്നവൻ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, സ്നേഹിക്കുന്നവൻ കൂടെയുള്ളപ്പോഴാണ് ജീവൻ വളരുന്നത്. ഈ സ്നേഹത്തിന്റെ ഇടമാണ് കുടുംബം. അതുതന്നെയാ ഫ്രാൻസിസ് പാപ്പ തന്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുന്നത്. ഇതായിരിക്കുക, എന്ത് സ്നേഹം വളർത്താനുള്ള മാർഗം എന്താണ്? സ്നേഹിക്കുന്നവര് ഒരുമിച്ചായിരിക്കുക, ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരുമിച്ചിരുന്ന് പങ്കുവെക്കുക. അത് സംഭാഷണത്തിലൂടെ പങ്കുവെക്കല്, പ്രാർത്ഥനയിലൂടെ പങ്കുവെക്കല്, ഭക്ഷണം കഴിക്കുന്നതിലെ പങ്കുവെക്കല്, സ്നേഹിക്കുന്നവന്റെ സാമീപ്യം. അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ജീവിതാവസ്ഥയിലുമുണ്ട്. ഈശോ ഇന്ന് പറയുന്നത് ഈ സ്നേഹിക്കുന്നവന്റെ സാമീപ്യം, സ്നേഹിക്കുന്നവരുടെ സാമീപ്യം അത് വളർത്തിയെടുത്താൽ നമ്മിലെ ജീവൻ വളർന്ന് നിത്യജീവനിലേക്ക്, മരണത്തിനപ്പുറത്തെ ജീവിതത്തിലേക്ക് അത് വളരും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് എന്നോട് പറഞ്ഞു തരുന്ന ജീവിതത്തിന്റെ ഈ രഹസ്യം ഈശോയെ നീ എന്നിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് നീ ധാരാളമായിട്ട് വളർത്തിയെടുക്കണമേ. സ്നേഹിക്കുന്നവരുടെ സാമീപ്യം, സ്നേഹിക്കുന്നവൻ അടുത്തായിരിക്കുക എന്ന അവസ്ഥ, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി, എന്നെ സ്നേഹിക്കുന്ന വ്യക്തി അടുത്തായിരിക്കുന്നതിലൂടെ ഞങ്ങളിലെ ജീവൻ വളർന്ന് നിത്യജീവനിലേക്ക് കടക്കുന്നു. നാഥ, ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നീ തന്നെയാണ്. നിന്റെ ഈ സാന്നിധ്യം, സ്നേഹിക്കുന്ന നിന്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള വലിയ കൃപ എപ്പോഴും ഞങ്ങൾക്ക് നീ തരണമേ. സ്നേഹിക്കുന്നവനായ, എന്നെ പൂർണ്ണമായി മനസ്സിലാക്കി എന്നെ ഇഷ്ടപ്പെടുന്നവനായ നീ കൂടെയുണ്ട് എന്നുള്ള അനുഭവം എനിക്കും എന്റെ പ്രിയപ്പെട്ടവർക്കും ഈശോയെ തരണമേ. അതോടൊപ്പം നീ അടുത്തായിരിക്കുന്നത് പോലെ എന്റെ പ്രിയന്, എന്റെ പ്രിയയ്ക്ക്, എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അടുത്തായിരിക്കാൻ, സ്നേഹപൂർവ്വം അടുത്തായിരിക്കാനുള്ള ആ വലിയ തീരുമാനം, ആ വലിയ രീതി എനിക്കും എന്റെ പ്രിയപ്പെട്ടവരിൽ നീ വളർത്തി എടുക്കണമേ. ഇത് എന്റെ ജീവിതത്തിലേക്ക് നീ സമൃദ്ധമായിട്ട് ഈ അനുഗ്രഹം ചൊരിയണമേ. ആമേൻ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്തിന്റെ വലിയ അനുഗ്രഹത്തിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്. ഏപ്രിൽ 2-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ സുവിശേഷത്തിലൂടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത് യേശു തമ്പുരാൻ അന്ധനായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നതാണ്. യേശു തമ്പുരാനും ശിഷ്യന്മാരും കടന്നു പോകുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ അന്ധനായ മനുഷ്യനെ കാണുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യവും യേശു തമ്പുരാൻ അതിന് കൊടുക്കുന്ന മറുപടിയും തുടർന്ന് അവിടുന്ന് പ്രവർത്തിക്കുന്ന അത്ഭുതവുമാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുക. ഇതിന്റെ അർത്ഥം, അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശു ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് ആ വലിയ സത്യം വീണ്ടും അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊരു നീളമേറിയ അത്ഭുതത്തിന്റെ വിശദീകരണമാണ് ഈ 9-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 1 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം, ഇത് ഇവന്റെ പാപങ്ങൾ കൊണ്ടാണോ, ഇവന്റെ മാതാപിതാക്കളുടെ പാപങ്ങൾ കൊണ്ടാണോ, അതായത് ഇവൻ അന്ധനായി തീർന്നത്? യേശു തമ്പുരാൻ അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. പ്രകടമാകുന്ന ഈ പ്രവർത്തനം എന്നുള്ളത് യേശു സൗഖ്യപ്പെടുത്തുന്ന
ഈ പ്രക്രിയയാണ്. ഇവന്റെ കണ്ണുകൾ തുറന്ന് അവന് ലോകത്തെ കാണാൻ കഴിയുന്ന വിധത്തിൽ അവനെ ഒരുക്കിയെടുക്കുക എന്നുള്ള ദൗത്യമാണ് യേശു തമ്പുരാൻ ഇവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വലിയ അത്ഭുതത്തിലൂടെ അവന് കാഴ്ച കൊടുക്കുകയാണ് യേശു തമ്പുരാൻ. അവനെല്ലാം കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്റെ പിതാവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്. പിതാവ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യമാണ് ഞാൻ ഈ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പിതാവിന്റെ വലിയ ആഗ്രഹത്തിനൊത്താണ് ഞാൻ പ്രവർത്തിക്കുന്നത്, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നത് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ പല സമയങ്ങളിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ യേശു തമ്പുരാൻ ഇവനെ സൗഖ്യപ്പെടുത്തുകയാണ്. അങ്ങനെ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ അവനെ ആദ്യമായിട്ട് കണ്ട ആളുകൾ, അവനെ അന്ധനായിട്ട് നേരത്തെ കണ്ട ആളുകൾ, അവനെ മനസ്സിലാക്കിയ ആളുകൾ അവന് സൗഖ്യത്തിന് ശേഷം വീണ്ടും കാണുകയാണ്. അവർ അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അപ്പോൾ അവൻ മറുപടി പറഞ്ഞു, യേശു എന്ന പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി. പിന്നീട് തുടർന്ന് നടക്കുന്ന കാര്യങ്ങൾ എല്ലാം നമുക്കറിയാം. ഇവിടെ ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യനും ഒരു വലിയ വിശ്വാസത്തിന്റെ വഴിയിലൂടെ കടന്നു പോവുകയാണ്. രക്ഷകനാരെന്നുള്ള തിരിച്ചറിവിലേക്ക് അവനും കടന്നു വരുന്നുണ്ട്. അവന്റെ സംഭാഷണങ്ങളിലൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. യേശു എന്നു പേരുള്ള ഒരു മനുഷ്യൻ, പിന്നീട് അവൻ പറയുന്നത് യേശുവിനെ കുറിച്ച് പ്രവാചകൻ എന്നാണ്. മൂന്നാമത് ഫരിസയരോട് അവൻ പറയുന്നത് ഞാനും ഏകദേശം അവന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ എന്ന രീതിയിലേക്ക് അവൻ കടന്നു വരുന്നു. മനസ്സിലാക്കിയ യേശുവിനെ ആദ്യം മനുഷ്യനാണെന്ന്, കേവലം ഒരു മനുഷ്യൻ ആണെന്ന് അവനൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവൻ മനസ്സിലാക്കുന്നത് പ്രവാചകൻ എന്ന തലത്തിലേക്ക് അവന്റെ വിശ്വാസത്തെ അവൻ കൊണ്ടുവരികയാണ്. മൂന്നാമത് യേശുവിന്റെ സ്വന്തമായിട്ട് മാറുന്ന ആഴപ്പെട്ട വിശ്വാസത്തിലേക്കും അവൻ അടുത്തു വരികയാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഫരീസയർക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അവർ നേരത്തെ തന്നെ കണക്കുകൂട്ടി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുടെ ചുവട് പിടിച്ചാണ് യേശുവിനെ വിധിക്കുന്നതും യേശുവിനെ വിമർശിക്കുന്നതും. എങ്ങനെയാണ് നിനക്ക് സൗഖ്യം കിട്ടിയത് എന്ന് ഫരീസയർ അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ പറയുന്നു, അവനൊരു പ്രവാചകനാണ്, അവനാണ് എനിക്ക് സൗഖ്യം തന്നത്, എന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് ലഭിച്ചത് അവനിലൂടെയാണ്. യേശു തമ്പുരാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമ്മൾ പ്രത്യേകമായിട്ട് കേൾക്കുന്നുമുണ്ട്. എന്നാൽ ഫരീസയർ ഇത് മുഖവിലക്കെടുക്കാതെ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. യേശുവിനെ വിമർശിക്കുന്നതിന് വേണ്ടി അവർ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നു. ഇവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, കാരണം ഇവൻ സാബത്ത് ആചരിക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ സുവിശേഷങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നത് സാബത്തിന്റെ ആചരണത്തെക്കുറിച്ചും സാബത്ത് എങ്ങനെയാണ് വിശുദ്ധമായിട്ട് ആചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെയാണ്. ഇവർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ സാബത്ത് ആചരിക്കാത്തതുകൊണ്ട് ഇവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്നവർ ഉറക്കെ വിളിച്ചു പറയുകയാണ്. പക്ഷേ അതിന് മറുപടിയായിട്ട് ഈ കാഴ്ച ലഭിച്ചവൻ പറയുന്നു, അവനൊരു പ്രവാചകനാണ് എന്നവൻ ശക്തമായിട്ട് പറയുകയാണ്. ഇതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നമ്മൾ തിരുവചനത്തിൽ വീണ്ടും അടുത്തു വരുന്നുണ്ട്. യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റു പറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അവർ നേരത്തെ തീരുമാനിച്ചു വെച്ച കാര്യങ്ങളാണ്. രക്ഷകനെന്ന് ആരെങ്കിലും യേശുവിനെ കുറിച്ച് പറയാൻ തയ്യാറായാൽ അവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കാൻ അവർ തീരുമാനിച്ചു വെച്ചിരുന്നു. രക്ഷയിലേക്ക് കടന്നുവരുന്ന വാതിലുകൾ അടയ്ക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം നേരത്തെ തന്നെ തയ്യാറായി ഈ ഫരീസർ ഇരുന്നു എന്നതിന്റെ തെളിവാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ യേശുവിൽ നിന്ന് സൗഖ്യം കിട്ടിയ മനുഷ്യനാകട്ടെ, അവൻ പറയുന്നു, ആ മനുഷ്യൻ പാപിയാണെന്ന് അതിനെക്കുറിച്ച് ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്, എന്നാൽ എനിക്ക് സൗഖ്യം തന്നവനാണ് എന്നാണ് അവൻ പറയുന്നത്. അവൻ പാപിയാണോ എന്നൊന്നുമല്ല അവനെക്കുറിച്ചുള്ള ചിന്ത. എനിക്ക് രക്ഷ നൽകിയ ദൈവം എന്നാണ് യേശുവിനെക്കുറിച്ച് ഈ സൗഖ്യം കിട്ടിയ മനുഷ്യൻ പറയുന്നത്. ഫരീസയർ പറയുന്നത് എങ്ങനെയാണ്? ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അവൻ പറഞ്ഞു, അവൻ പാപിയാണോ എന്നൊന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. ഈ കാഴ്ചയാണ് അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ കാഴ്ച കാണുന്നതിന് വേണ്ടിയാണ് അവൻ ദൈവസന്നിധിയിൽ ഇരുന്നത്.
എന്നാൽ ഈ കാഴ്ചയിൽ നിന്ന് വളരെയധികം അകലെയാണ് ഈ ഫരീസയർ ജീവിച്ചിരുന്നത്. അവർ സ്വയമേവ തങ്ങളുടെ കണ്ണുകൾ അന്ധമാക്കിയിരിക്കുകയാണ്. ഈ പ്രകാശത്തെ കാണാൻ ആകാത്ത വിധം അവരുടെ കണ്ണുകൾ അവർ തന്നെ അടച്ചു കളയുകയാണ്. കാരണം രക്ഷ അവർ സ്വീകരിക്കുന്നതിന് അവർ തയ്യാറല്ലായിരുന്നു. അത് ചില കാരണങ്ങളും ഘടകങ്ങളും അവർ നിരത്തിവെച്ചു. മോശയുടെ നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അവർ വാദിച്ചു. ഇങ്ങനെ ചില കാര്യങ്ങൾ അവർ രൂപപ്പെടുത്തിക്കൊണ്ട് ഈ രക്ഷയിൽ നിന്ന് അവർ തങ്ങളെ തന്നെ അകറ്റി നിർത്തുകയാണ്. ഇവിടെ സൗഖ്യം കിട്ടിയവൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ഇത് നമുക്ക് വേണ്ടിയുള്ള ഒരു തിരുവചനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനം വായിച്ചു കേൾക്കുമ്പോൾ, ഈ രോഗസൗഖ്യത്തിന്റെ കഥ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, ഈ സംഭവം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സംശീകരിക്കുമ്പോൾ, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടിയാണ്. യേശുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവിലേക്ക് നമ്മൾ വരുമ്പോഴാണ് യേശുവിനെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുക. പല വിധത്തിലാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതെങ്കിൽ അത് തിരുത്താൻ സമയമായിരിക്കുന്നുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്റെ രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകാൻ കഴിവുള്ള ദൈവം, എന്റെ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ കഴിവുള്ള ദൈവം, ദൈവരാജ്യത്തിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവം, എന്നെ വിശുദ്ധീകരിക്കുവാനും ലോകത്തിന്റെ പ്രകാശമായിട്ട് യേശു തന്നെ മാറിയതുപോലെ ഞാനും മാറുന്നതിന് വേണ്ടി എന്നെ ഒരുക്കാൻ കഴിവുള്ള ദൈവമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവിടുത്തെ ശിഷ്യന്മാരായിട്ട് തീരുക. ഇവൻ പറയുന്നു, നിങ്ങളും അവന്റെ ശിഷ്യന്മാരാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ശിഷ്യന്മാർക്ക് വേണ്ടുന്ന വലിയ കൃപകളെക്കുറിച്ചാണ് പറയുന്നത്. യേശുവിനെ ആദ്യമായിട്ട് മനസ്സിലാക്കുക, അവന്റെ പ്രവൃത്തികളെ തിരിച്ചറിയുക, പിതാവായ ദൈവം അവനെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പുത്രനായ യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷ എന്റെ ജീവിതത്തിലേക്കും ഈ ലോകത്തിലേക്കും കടന്നു വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് മാനസാന്തരത്തിന്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ചൊരിഞ്ഞു തരിക. ഈ മാനസാന്തരം എന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ആത്മീയ അന്ധത ബാധിച്ച ഈ ഫരീസയർക്ക് അവിടെ നിൽക്കുന്നത് അവരുടെ മുമ്പിലുള്ളവൻ ദൈവമാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഇവൻ പാപിയാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു, കേവലം ഒരു മനുഷ്യനാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു, പക്ഷെ ദൈവമാണെന്ന് തിരിച്ചറിയാനുള്ള വലിയ ബോധ്യം അവർക്ക് ലഭിച്ചില്ല. അതിന്റെ കാരണം അവർ തങ്ങളുടെ കണ്ണുകളെ സ്വയമേവ മൂടി വെച്ചിരിക്കുകയാണ്. നല്ലതിനെ കാണാനും തിരിച്ചറിയാതിരിക്കാനും വേണ്ടി അവരുടെ കണ്ണുകളെ അവർ അടച്ചു വെച്ചിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്റെ കണ്ണുകളെ ഞാൻ തുറന്നു വെച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ അറിയാനും ആരാധിക്കാനും സ്വീകരിക്കാനും എനിക്ക് സാധിക്കുകയുള്ളൂ. എന്റെ കണ്ണുകളെ ഞാൻ ലോകത്തിലേക്ക് തുറന്നു വെക്കുമ്പോൾ ഓരോ അനുഭവങ്ങളിലൂടെയും ഓരോരോ സംഭവങ്ങളിലൂടെയും ദൈവത്തിന്റെ വലിയ കൃപകളെ തിരിച്ചറിയാൻ, ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എന്ന് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ, ദൈവാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെട്ട് ദൈവാലയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, എന്റെ കണ്ണുകളെ തുറക്കാൻ കഴിവുള്ള ദൈവമാണ് എന്റെ ഹൃദയത്തിലും എന്റെ മനസ്സിലും എന്റെ ദൈവസന്നിധിയിലും ഉള്ളത്, എന്റെ ദേവാലയത്തിലുള്ളത്. എന്റെ കണ്ണുകളെ സുഖപ്പെടുത്തി, അത് ബാഹ്യമായ രോഗങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ബാഹ്യമായിട്ടുള്ള എന്ത് കാര്യമായിക്കൊള്ളട്ടെ, പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, എന്നെ സംരക്ഷിക്കുവാൻ കഴിവുള്ള ദൈവം, എന്നെ സുഖപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വരിക. നമ്മളെ വിശുദ്ധീകരിക്കാൻ കഴിവുള്ള ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. എനിക്ക് ദൈവത്തെ വേണ്ട വിധത്തിൽ കാണാൻ സാധിക്കണം. ആ രക്ഷയിലേക്ക് ഞാനും കടന്നു വരണം. അങ്ങനെയാണ് ഞാൻ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് എന്ന തിരുവചനത്തിന്റെ ഈ വലിയ വിശദീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനം നമ്മളിവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഈ രോഗം സൗഖ്യമാക്കപ്പെട്ട മനുഷ്യനെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. ഒരു വലിയ സത്യം അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അവർ അവരുടെ കണ്ണുകളെ അടച്ചു കളഞ്ഞു.
ആത്മീയമായിട്ടുള്ള അന്ധത അവരെ ബാധിച്ചപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, അവനെ പുറത്താക്കി. നമ്മൾ ദൈവത്തെ സ്വീകരിക്കേണ്ടവരാണ്. കണ്ണുകൾ തുറന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. ആ വലിയ അനുഗ്രഹത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. ഈ ദിവസങ്ങളെ ദൈവം ധന്യമാക്കി നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് അവിടുത്തെ കാണുന്നതിനും വേണ്ടിയുള്ള ഒരു വലിയ കൃപ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി, ദൈവസ്നേഹത്തിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.